രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടാൻ ചാൻസുള്ള RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒരുപോലെ ലഭ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ വേണ്ടി മാത്രമല്ല ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, നാവി അതുപോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ മൊബൈൽ റീചാർജ്, ബാങ്ക് ട്രാൻസ്ഫർ, UPI ട്രാൻസ്ഫർ കാര്യങ്ങളുമൊക്കെ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് UPI ട്രാൻസ്ഫർ, ബാങ്ക് ട്രാൻസാക്ഷൻ, അതുപോലെ കറണ്ട് ബില്ല് അടക്കാനും മൊബൈൽ റീചാർജ് ചെയ്യാനും ഒക്കെ ഉപയോഗപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അപ്ലൈ ചെയ്ത് നോക്കേണ്ട, ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഒരുപാട് പേർക്ക് പേഴ്സണൽ ലോൺ കിട്ടിയിട്ടുമുണ്ട്, ഒരുപാട് പേർക്ക് റിജക്റ്റ് ആയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങളുടെ എലിജിബിലിറ്റിയും കാര്യമോ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അഥവാ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വെയിറ്റ് ലിസ്റ്റഡ് എന്നതിലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു 3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. നിങ്ങളുടെ ആ ഒരു ലോൺ ആപ്ലിക്കേഷൻ അവർ വെയിറ്റ് ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം ഒരു 3 ദിവസം വരെ പിടിക്കും. ഒരു പക്ഷെ അവർക്ക് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുമോ ഇല്ലേ എന്ന് അപ്രൂവൽ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ ഞാനും ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയായിരുന്നു. എൻ്റെ വെയിറ്റ് ലിസ്റ്റിംഗ് ആണ് കാണിക്കുന്നത്. അത് ജസ്റ്റ് 3 ദിവസം കൊണ്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും ഇതുപോലെ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ശേഷം 3 ദിവസത്തിന് ശേഷം ലോൺ കിട്ടിയിട്ടുള്ള ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ എന്നും ആ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ മുഴുവനായി കാണിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പാൻ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്തുകൊണ്ട് അവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് നമ്പറും അവരുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കൂടുതലായി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമോ മാനുവലായിട്ട് ചെയ്യേണ്ട കാര്യമോ ഒന്നും തന്നെയില്ല. എല്ലാം ഇവർ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും നിങ്ങളും ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതിന് ശേഷം വെയിറ്റ് ലിസ്റ്റഡ് എന്നതിലാണ് നിങ്ങളുടെ പ്രൊഫൈൽ വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു വെയിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് അപ്രൂവലായി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള മാൻഡേറ്റ്, ഓട്ടോ പേ, ഡെബിറ്റ് സംവിധാനം ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം തന്നെ നിങ്ങളുടെ പാൻ കാർഡിലേക്ക് എത്ര സിവിൽ സ്കോർ ഉണ്ട് കാര്യങ്ങളും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള മൊബൈൽ റീചാർജ്, ബിൽ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ലൊരു അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒട്ടും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓൾറൈറ്റ്, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളുമൊക്കെ ഇവിടെ TNC എന്നതിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ വായിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഗെറ്റ് സ്റ്റാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഫോണിലെ മെസ്സേജുകളും അതുപോലെ ഫോൺ ഇതിൻ്റെയൊക്കെ ഒരു പെർമിഷൻ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഏറോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം അലോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു ടാബാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരാം. അത് നിങ്ങൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിറ്റക്റ്റ് ആവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറൈറ്റ്, നിങ്ങളുടെ ഇമെയിൽ ID യും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ഒരു ഇൻവൈറ്റ് കോഡ് കൂടി ചോദിക്കും. ആ ഒരു ഇൻവൈറ്റ് കോഡ് നിങ്ങൾ ഇവിടെ ജസ്റ്റ് കൊടുക്കണമെന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു 4 അക്ക പിൻ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 4 അക്ക പിൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി എൻ്റർ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ 2 തവണ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മുന്നോട്ട് പോവുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP കൂടി വരുന്നതാണ്. ആ ഒരു OTP കൂടി എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം തന്നെ SMS-ൻ്റെയും ഫോണിൻ്റെയും ഒക്കെ പെർമിഷൻ അലോ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ നിന്നും ആ ഒരു വരുന്ന SMS അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. അലോ സ്ലൈസ് ടു സെൻഡ് യു ആ നോട്ടിഫിക്കേഷൻ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണ്. അലോ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ നമുക്ക് താഴെ കാണാം ലെഫ്റ്റ് സൈഡിൽ ബാങ്കിങ്, അതുപോലെ എക്സ്പ്ലോർ, ശേഷം റൈറ്റ് സൈഡിലായി ക്രെഡിറ്റ്, ആക്ടിവിറ്റി എന്നിങ്ങനെ കാണാം. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു പേഴ്സണൽ ലോണിന് വേണ്ടിയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ക്രെഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലെ UPI ട്രാൻസാക്ഷന് വേണ്ടിയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷന് വേണ്ടിയോ, മൊബൈൽ റീചാർജിന് വേണ്ടി, അതുപോലെ മറ്റുള്ള കറണ്ട് ബില്ല് അതുപോലെയുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാണുന്ന ഇൻ്റർഫേസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ക്രെഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തതിനാൽ നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ഒരു ടാബിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം ലോൺസ് അപ് ടു 5 lakhs എന്ന് കാണാം. അവിടെ ജസ്റ്റ് അപ്ലൈ നോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ, സാലറിഡ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സാലറിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം പ്രൂഫും അതുപോലെ സാലറി സ്ലിപ്പും കാര്യങ്ങളുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലറിഡ് എന്ന് തന്നെ കൊടുക്കുക. ഇനി അതല്ല നിങ്ങളൊരു സെൽഫ് എംപ്ലോയിഡ് ആണ്, അല്ലെങ്കിൽ ഒരു കൂലി വേലയോ അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാനോ കാര്യമോ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെൽഫ് എംപ്ലോയിഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഒരു ചെക്ക് ബോക്സിൽ നിങ്ങൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളുമൊക്കെ അലോ ചെയ്യുന്ന ഒരു ചെക്ക് ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലൊക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷനാണ് ചോദിക്കുന്നത്. അതും കൂടി ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്തുകൊണ്ട് അലോ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡും അല്ലെങ്കിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരിക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് വന്നിട്ടില്ല എങ്കിൽ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും വരും. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ യെസ് കൺഫേം പാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അത് കറക്റ്റാണോ എന്ന് ഒരു വട്ടം കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ സിവിൽ സ്കോറും കാര്യങ്ങളുമൊക്കെ ഇവിടെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിവിൽ സ്കോർ എത്രയാണുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ സിവിൽ സ്കോർ ഇവിടെ 644, ദാറ്റ്സ് എക്സലൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ശേഷം കണ്ടിന്യൂ എന്നതിൽ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ജോലി എന്താണ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ, ഡിസൈനർ ആണോ, ഫോട്ടോഗ്രാഫർ ആണോ, അതുപോലുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിങ്ങളുടെ ജോലി ഇതിൽ ഏതാണോ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിങ്ങളുടെ ഏജ് ചോദിക്കുന്നുണ്ട്. ആ ഏജ് കൂടി ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാൻ കാർഡ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫി കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വെരിഫൈ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ വെയിറ്റ് ലിസ്റ്റഡ് എന്ന് വന്നിട്ടാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. ആ വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് അപ്രൂവലായി കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിജക്റ്റ് എന്ന് കാണിക്കാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കും. ഒട്ടുമിക്ക പേർക്കും ഇത് അപ്രൂവൽ ചെയ്ത് കൊടുക്കാനാണ് ചാൻസ് കാണുന്നത്. കാരണം 600-ന് മുകളിൽ സിവിൽ സ്കോർ ഉള്ളവർക്കൊക്കെ ഈ ഒരു ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ അപ്രൂവൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് നല്ലൊരു ലോൺ ആപ്ലിക്കേഷനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് ഇപ്പോൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഫോളോ ഫോർ മീ.